ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP സിലബസിലെ ഫസ്റ്റ് സെമസ്റ്റർ ഹിന്ദിയെ പറ്റിയാണ്. ആദ്യം തന്നെ AEC എന്നതിൻ്റെ അർത്ഥം നോക്കാം. AEC എന്നതിൻ്റെ അർത്ഥം എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ സ്പെസിഫിക്കായി BCom ഓണേഴ്സ് എടുത്തിട്ടുള്ള കുട്ടികളുടെ AEC2 ഹിന്ദിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേര് വരുന്നത് സഞ്ചാർ കൗശൽ വികാസ് ഭാഗ് 1 എന്നാണ്. AEC2 ഹിന്ദിയുടെ സിലബസ് മെയിൻലി 5 മൊഡ്യൂളുകളായാണ് തിരിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എൻഹാൻസ്മെൻറ്റ്, ഹിന്ദി പോയംസ്, റീഡിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്, ബേസിക് ഗ്രാമർ ഫോർ കമ്മ്യൂണിക്കേഷൻ, ഷോർട്ട് സ്റ്റോറീസ്, റീഡിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഫസ്റ്റ് മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എൻഹാൻസ്മെൻറ്റ് എന്നതാണ്. ഇതിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സ്ക്രീനിങ് ഓർ വ്യൂയിങ് ഓഫ് സംവിധാൻ എപ്പിസോഡ് 7, എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, രാജ്ഭാഷ ആർട്ടിക്കിൾ, ലാംഗ്വേജ് പോളിസി, മുൻഷി അയ്യങ്കാർ ഫോർമുല. ഗ്രൂപ്പ് ആക്ടിവിറ്റി, റീഡിംഗ്, ഡയലോഗ്, റെൻഡറിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ തൗലിയ, വൺ ആക്ട് പ്ലേ ബൈ ഉപേന്ദ്രനാഥ് അഷ്ക്. Discussion on the play, on the one-act play, plot and characters. അതായത് ഇതിൽ സംവിധാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്. ഇവിടെ സംവിധാൻ എന്തുകൊണ്ട് സംവിധാൻ ദ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന 10 പാർട്ട് ടെലിവിഷൻ മിനി സീരീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിനെ ബേസ് ചെയ്തെടുത്ത ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്യാം ബംഗാളാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ തൗലിയ എന്ന വൺ ആക്ട് പ്ലേയെ പറ്റിയും ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പേര് ഹിന്ദി പോയംസ്, റീഡിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നതാണ്. ഇതിൽ 4 കവിതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കബീറിൻ്റെ ദോഹകൾ, മീരാബായിയുടെ പദങ്ങൾ, വോ മേഹും, ഔറത്ത് എന്നീ കവിതകൾ. ഇനി തേർഡ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് വരുന്നത് ബേസിക് ഗ്രാമർ ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഇവിടെ നമുക്ക് ഗ്രാമറിനെ പറ്റി തന്നെയാണ് പഠിക്കാനുള്ളത്. സെൻറ്റൻസ് സ്ട്രക്ചർ, കർത്ത, കർമ്മ, ക്രിയ, സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ, കോൺവെർസേഷൻ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് ഒഫീഷ്യൽ, ലെറ്റർ റൈറ്റിംഗ് പേഴ്സണൽ എന്നിവയാണ് ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളുന്നത്. ഫോർത്ത് മൊഡ്യൂൾ ഷോർട്ട് സ്റ്റോറീസ്, റീഡിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നതാണ്. ഇതിൽ 6 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. സഭ്യത കാ രഹസ്യ ബൈ പ്രേംചന്ദ്, ഓർ അതിനോടൊപ്പം തന്നെ അടുത്ത ചാപ്റ്ററായിട്ട് സഭ്യത കാ രഹസ്യൻ്റെ ഡിസ്കഷനാണ് വരുന്നത്. നോബാർ ജയപ്രകാശ് കർദം കെ ദ്വാര, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഡിസ്കഷൻ വരുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ കോൺസു, അതിൻ്റെ ഡിസ്കഷനാണ് അടുത്ത ചാപ്റ്റർ. അതായത് മൊത്തം നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ 3 കഥകളും അടുത്ത 3 ചാപ്റ്റേഴ്സായി അതിൻ്റെ ഡിസ്കഷനുമാണ് വരുന്നത്. ഇനി 5ാമത്തെ ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. ഓപ്പൺ എൻഡഡ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സാമിന് സാധാരണ ചോദ്യങ്ങൾ വരാറില്ല. ഇത് നമുക്കൊരു എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി എന്ന രീതിയിൽ കണക്കാക്കാം. എന്നാൽ ഇൻ്റേണൽ മാർക്കിന് ഈ മൊഡ്യൂളിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇനി ഈ സ്ലൈഡിൽ നമ്മുടെ ടെക്സ്റ്റിൽ ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നതിൻ്റെ പേജാണ് കൊടുക്കുന്നത്. ഇത് നോക്കിയാൽ കാണാം ഒരുപാട് എക്സ്ട്രാ ചാപ്റ്റേഴ്സ് ഇതിൽ കാണാനുണ്ട്. ആക്ച്വലി ഇതെല്ലാം അടങ്ങുന്നതായിരുന്നു നമ്മുടെ സിലബസ്. എന്നാൽ സിലബസ് റിവിഷൻ വഴി അതിൽ നിന്നും ഒരുപാട് ഭാഗങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരുത്തിയ സിലബസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് BCom ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന ഫസ്റ്റ് സെമസ്റ്ററിലെ ഹിന്ദിയെ പറ്റിയാണ്. എല്ലാവർക്കും നമ്മുടെ സിലബസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.